അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാന് നേരെ ആരംഭിച്ച യുദ്ധം ഇന്ന് അമേരിക്കയെ പരാജയത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. പരാജയം സംഭവിക്കുമെന്ന് ഉറപ്പായതുകൊണ്ട് വിചിത്രവാദങ്ങൾ ഉന്നയിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ അടുത്ത പരമോന്നത നേതാവാകാൻ അവിടുത്തെ നേതൃത്വം തന്നോട് ആവശ്യപ്പെട്ടെന്ന വെളിപ്പെടുത്തലുമായി ട്രംപ് രംഗത്തെത്തി. വാഷിംഗ്ടൺ DC-യിൽ നടന്ന ഒരു ചടങ്ങിലായിരുന്നു ട്രംപിന്റെ വിചിത്രമായ വെളിപ്പെടുത്തൽ ഉണ്ടായത്. എന്നാൽ ഈ ആവശ്യം താൻ നിരസിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇറാന്റെ ഭരണ നേതൃത്വത്തിലുണ്ടായ വിടവ് നികത്താനായാണ് അവർ തന്നെ സമീപിച്ചതെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇറാൻ നേതൃത്വം ദുർബലരാണെന്ന് ട്രംപ് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ്. ഇറാനിൽ വലിയൊരു ഭരണശൂന്യത നിലനിൽക്കുന്നുണ്ടെന്ന് ട്രംപ് പറയുന്നുണ്ട്. മുജ്തബ ഖമേനി ആക്രമണങ്ങളിൽ പരിക്കേറ്റ് ചികിത്സയിലാണെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇറാന്റെ ക്ഷണത്തെക്കുറിച്ചുള്ള ട്രംപിന്റെ അവകാശവാദം ചർച്ചയാകുന്നത്. ഇറാനിലെ യുദ്ധം ലക്ഷ്യത്തിന് അടുത്തിരിക്കുകയാണ്. സമാധാന ചർച്ച നടക്കുന്നുവെന്ന് സമ്മതിക്കാൻ ഇറാൻ നേതാക്കൾ ഭയമാണെന്നും ട്രംപ് വ്യാഖ്യാനങ്ങൾ നടത്തുന്നുണ്ട്. അമേരിക്കയുമായി യാതൊരു ചർച്ചയും നടക്കുന്നില്ലെന്ന് വ്യക്തമാക്കി ഇറാൻ ഈ വാദത്തെ നിഷേധിച്ചു. അതേസമയം യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ജൂത കേന്ദ്രങ്ങൾക്ക് നേർക്കുണ്ടാകുന്ന സംഘടിത ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇറാനാണോ എന്ന സംശയവുമായി യൂറോപ്യൻ സുരക്ഷാ ഏജൻസികൾ രംഗത്തെത്തുന്നുണ്ട്. ഇറാനുമായി ബന്ധമുള്ള പ്രോക്സി സംഘങ്ങളാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് കരുതപ്പെടുന്നത്. വിഷയത്തിൽ സുരക്ഷാ ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ നടക്കുന്ന US-ഇസ്രായേൽ ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട തിരിച്ചടിയായാണ് ആക്രമണം നടക്കുന്നതെന്നാണ് ഏജൻസികളുടെ നിഗമനം. ഇത്തരം ആക്രമണങ്ങളുടെ തിരശ്ശീലയ്ക്ക് പിന്നിൽ ഇറാന്റെ സാന്നിധ്യമുണ്ടെന്നാണ് വാൾസ്ട്രീറ്റ് ജേർണൽ കൂടി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേലുമായി ബന്ധമുള്ള സിനഗോഗുകൾ, ജൂത വിദ്യാലയങ്ങൾ, വ്യാപാര കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് നേരെ ആക്രമണം നടത്താൻ ആളുകളെ ഓൺലൈനായി റിക്രൂട്ട് ചെയ്തതായി സംശയിക്കുന്നുണ്ടെന്നും അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നുണ്ട്. നെതർലൻഡ്സിലും ബെൽജിയത്തിലും സിനഗോഗുകൾക്കും ജൂത വിദ്യാലയങ്ങൾക്കും നേരെ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ആക്രമണങ്ങൾ നടത്തുന്ന സംഘങ്ങളുടെ ബ്രാൻഡിംഗ്, ലോഗോ, സന്ദേശങ്ങൾ തുടങ്ങിയവ IRGCയും അവരുടെ അനുബന്ധ ഗ്രൂപ്പുകളും ഉപയോഗിക്കുന്നതുമായി സാമ്യമുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ആക്രമണങ്ങൾക്ക് പിന്നാലെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ തങ്ങളുടെ ശത്രുക്കൾ ലോകത്തൊരിടത്തും ഇനിയൊരിക്കലും സ്വന്തം വീടുകളിൽ പോലും സുരക്ഷിതരായിരിക്കില്ലെന്ന് IRGC മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അമേരിക്ക എന്ന ശത്രുവിനെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാന്റെ ഈ നിർണായക അന്ത്യശാസനമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇപ്പോഴത്തെ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ സന്ദേശത്തെ യൂറോപ്യൻ സുരക്ഷാ ഏജൻസികൾ ഗൗരവമായാണ് എടുക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾ അതീവ സുരക്ഷ ഏർപ്പെടുത്താനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.